ഭഗവാൻ വിഷ്ണു ഭൂമിയിൽ ഏറ്റവും തണുപ്പുള്ള ബദരീനാഥിനെ തൻ്റെ ധാമമായി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുവെന്ന് നിങ്ങൾക്കറിയാമോ? ഈ കഥയുടെ യഥാർത്ഥ രഹസ്യം അവസാനം മനസ്സിലാകും. വളരെ കാലങ്ങൾക്ക് മുൻപ് ഹിമാലയം ഇന്നത്തെപ്പോലെ മഞ്ഞുകൊണ്ട് മൂടിയിരുന്നില്ല. ശാർഥം എന്ന പേരുപോലും അന്ന് ഉണ്ടായിരുന്നില്ല. അവിടെയെല്ലാം നിശബ്ദത മാത്രം. ആ നിശബ്ദതയുടെ നടുവിൽ രണ്ടു മഹർഷിമാർ ആഴത്തിലുള്ള തപസ്സിലിരിക്കുകയായിരുന്നു, നരനും നാരായണനും. പക്ഷേ അവർ സാധാരണ മഹർഷിമാർ ആയിരുന്നില്ല. അവർ സ്വയം ഭഗവാൻ വിഷ്ണുവിൻ്റെ രണ്ട് രൂപങ്ങളായിരുന്നു. രണ്ട് ശരീരങ്ങൾ, പക്ഷേ ഒരേ ആത്മാവ്. അവരുടെ തപസ് അത്ര ശക്തമായിരുന്നു. അതിൻ്റെ ചൂട് ഹിമാലയത്തിൽ അഗ്നി പോലെ പരന്നു. എന്നാൽ ചുറ്റും അതിശക്തമായ തണുപ്പും കഠിനമായ കാറ്റും അവസാനമില്ലാത്ത മഞ്ഞുവീഴ്ചയും. എന്നിരുന്നാലും വിഷ്ണു അചഞ്ചലനായി സമാധിയിൽ തുടർന്നു. അപ്പോഴാണ് മഹാലക്ഷ്മി ദേവി ദൂരത്തിൽ നിന്ന് ഇത് കാണുന്നത്. ഈ തപസ് ഒരു ദിവ്യ ശരീരത്തെയും നശിപ്പിക്കാമെന്ന് അവർ മനസ്സിലാക്കി. അതിനാൽ അവർ വിഷ്ണുവിനെ തേടി ഹിമാലയത്തിലേക്ക് എത്തി. അവിടെ അവർ കണ്ടത് ലോകത്തെ മുഴുവൻ മറന്ന് സമാധിയിൽ ലയിച്ച വിഷ്ണുവിനെ. മുഴുവനായും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട നിലയിൽ ആ കാഴ്ച കണ്ട മഹാലക്ഷ്മി ഒരു തീരുമാനമെടുത്തു. അവർ സ്വയം ഒരു ബദ്രി വൃക്ഷമായി മാറി. വിഷ്ണുവിന് മുകളിൽ ഒരു ചൂടുള്ള സംരക്ഷണ നിഴലായി ആയിരക്കണക്കിന് വർഷങ്ങൾ അവർ അങ്ങനെ തന്നെ നിന്നു. ഹിമാലയത്തിൻ്റെ മാരകമായ തണുപ്പിൽ നിന്ന് അവർ വിഷ്ണുവിനെ സംരക്ഷിച്ചു. അതുകൊണ്ടാണ് ബദ്രിയായി അറിയപ്പെട്ടത്, വിഷ്ണു നാഥനായി അറിയപ്പെട്ടത്. അങ്ങനെയാണ് ആ സ്ഥലം ബദ്രിനാഥ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ലക്ഷ്മിയുടെ നിഴലിൽ വസിക്കുന്ന ഭഗവാൻ മുഴുവൻ താഴ്വരയും പിന്നീട് ബദ്രിക ഗ്രാമമായി അറിയപ്പെട്ടു. കാലങ്ങൾ കടന്നുപോയി. കലിയുഗം ആരംഭിച്ചു. അപ്പോൾ ഭഗവാൻ വിഷ്ണു തൻ്റെ ദൃശ്യരൂപം ഉപേക്ഷിച്ചു. ഭഗവാന്റെ ദിവ്യവിഗ്രഹം അളകനന്ദ നദിയുടെ മഞ്ഞുവെള്ളത്തിൽ ലയിച്ചു. ഒരു വിശുദ്ധ സ്ഥലം നാരദകുണ്ട്. അവിടെ ദേവർഷി നാരദൻ ആയിരക്കണക്കിന് വർഷങ്ങൾ ആ ദിവ്യരൂപത്തെ ആരാധിച്ചു. ദശാബ്ദങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരു യുവസന്യാസി ഹിമാലയത്തിലേക്ക് എത്തി, ആദിശങ്കരാചാര്യർ. ഈ നദിയിൽ ഒരു ദിവ്യരഹസ്യം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് അനുഭവമായി. അദ്ദേഹം നാരദകുണ്ടിൻ്റെ മഞ്ഞുവെള്ളത്തിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് മഞ്ഞിനടിയിൽ അഗ്നി പോലെ പ്രകാശിക്കുന്ന ഒരു കറുത്ത സ്വാലി വിഗ്രഹം പുറത്തെടുത്തു. അതേ സാലി വിഗ്രഹമാണ് ഇന്ന് ബദ്രീനാഥ് ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതൊരു സാധാരണ വിഗ്രഹമല്ല. മഹാലക്ഷ്മി സ്വന്തം രൂപം കൊണ്ട് സംരക്ഷിച്ച അതേ വിഷ്ണു രൂപമാണത്. അതുകൊണ്ട് നിങ്ങൾ ബദ്രീനാഥിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വെറും ദർശനം മാത്രമല്ല ചെയ്യുന്നത്. ലക്ഷ്മി ദേവി ആയിരക്കണക്കിന് വർഷങ്ങൾ വിഷ്ണുവിനെ സംരക്ഷിച്ചിരുന്ന അതേ വിശുദ്ധ സ്ഥാനത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു ദിവ്യ സ്നേഹം മുഴുവൻ താഴ്വരയെയും പവിത്രമാക്കിയ സ്ഥലം. ഓം നമോ നാരായണായ.